വസുചന്ദനം. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നുഞ്ഞേരി. സണ്ണിക്ക് വല്ലാത്ത അരോചകമായി തോന്നി അവരുടെ സംസാരം. പക്ഷെ എബ്രാഹിമിനോർത്തൊന്നും മിണ്ടാതിരുന്നു. അല്ല, ഡോക്ടറൊന്നും പറഞ്ഞില്ല. എന്താ കുടിക്കാൻ വേണ്ട? നിനക്ക് തറക്ക് സുഖമില്ലേ? അല്പം മുമ്പല്ലേ ഞാൻ കോഫി കുടിച്ച്. സായി കേട്ട് അവൻ പറഞ്ഞുപോയി. ഓ സോറി, ഞാൻ ചോദിക്കാൻ വന്നതല്ല. ഡോക്ടർക്ക് സുഖമില്ലേ എന്നാണ്. മറുപടി തറപ്പിച്ചൊരു നോട്ടമായിരുന്നു. സുഖമില്ലേന്നല്ലേ ചോദിച്ചു? അത് ഇത്ര വലിയ തെറ്റാണ്. സാറില്ല, ചോദ്യം മാറ്റിപ്പിടിക്കാം. അവൾ രണ്ടും കൽപ്പിച്ചിട്ടായിരുന്നു. തെരേസാൻറ്റി എന്ന് പറയുന്നു. സുഖമായിട്ടിരിക്കുന്നോ? എനിക്കറിയാം തെരേസാൻറ്റിയെ. പറഞ്ഞാൽ ആൻറ്റിക്ക് തന്നെ അറിയായിരിക്കും. പണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ. ഒന്നും മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? വൈകി ഞാൻ പുറത്തിരുന്നോളാം. വസു ചോദിച്ചാൽ പറഞ്ഞാൽ മതി. അത്രയ്ക്കും സഹിക്കാൻ കഴിയാതെ വന്നിരുന്നവന് പറഞ്ഞിട്ട് സെറ്റിൽ നിന്ന് എഴുന്നേറ്റു. അയ്യോ വേണ്ട, ഇരുന്നോളൂ, ഇവിടെ തന്നെ ഇരുന്നോളൂ. ഞാനിനി വായ തുറക്കില്ല. എൻ്റെ പപ്പയാണ് സത്യം. അവൾ അമർത്തിയോ നോക്കിയ ശേഷം അവൻ അവിടെ തന്നെ ഇരുന്നു. അവളാണെങ്കിൽ അവനെ ഓപ്പോസിറ്റായി ഇരുന്നു. എന്തൊരു ജന്മാണ് കർത്താവ് ഇയാള്. ആദ്യം കരുതിയ കൂട്ടത്തിൽ വസുവാണ് കലിപ്പനെന്നാ. അവന് ദേഷ്യം കൂടുതലാണെന്നാലും അതുപോലെ തന്നെ സ്നേഹിക്കാനും അറിയാം. പക്ഷെ ഇവനൊരു മൂരാച്ചിയാണെന്നാ തോന്നുന്നു. ഇപ്പൊ തന്നെ എന്നുള്ള പെരുമാറ്റം ഇങ്ങനെ. അപ്പൊ പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞുള്ള അവസ്ഥയോ? ദൈവമേ, എൻ്റെ പപ്പ കാണാനെങ്കിലും ഇങ്ങനെ എൻ്റെ ബാക്കി വെച്ചേക്കണേ. ഇങ്ങനെ എൻ്റെ കൺമുമ്പിൽ കൊണ്ടുവരുന്നതിന് ഒരു നിമിഷം മുന്നെങ്കിലും ആ ശരൺ വന്നതിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ അവൻ്റെ കൂടെ ലോകം ചുറ്റി നടക്കായിരുന്നു. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിൽ എഡ്വിൻ ഫെർണാണ്ടസ് എന്ന ഈ രൂപം പതിഞ്ഞു പോയില്ലേ? അവളൊരു നെടുവീർപ്പോടെ സണ്ണിയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴും അവന്റെ നെഞ്ചിലെ തിരുരൂപം വെട്ടി തിളങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ നിന്റെ പ്രണയം സണ്ണിയായിരുന്നോ? നീ സ്നേഹിച്ച അവനെ ആയിരുന്നോ? ശരണിന് തന്റെ മുന്നിലുള്ളതെല്ലാം കറങ്ങുന്നതായി തോന്നി. ഈ നിമിഷം ഭൂമി പിളർന്ന് അതിലേക്ക് ആണ്ടുപോയിരുന്നെങ്കിൽ എന്നിവരെ ചിന്തിച്ചു അവൻ. മനസ്സ് പഴയ ഓർമ്മകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ എന്നും കൂട്ടിനായി മിഴികൾ രണ്ടു തുള്ളി രൂപപ്പെടാറുണ്ട്. ഇന്നും ചിഞ്ചുവിന്റെ കണ്ണുകൾ കവിളിലേക്ക് ഒഴുകി അവ മണ്ണിനെ പുണർന്നു. ഒരു നിമിഷം അവൾ ശരണിന്റെ മുന്നിൽ മൗനിയായി നിന്നു. ചിഞ്ചു, ഇത് വേണ്ട, ഇതിട്ടിട്ട് എനിക്കാകെ എന്തോരു പോലെ ആവുന്നു. നീ ഏതെങ്കിലും ചുരിദാറും മുടിയുണ്ടെങ്കിൽ എടുത്തുക. കുളി കഴിഞ്ഞ് കണ്ണാടിക്കുമ്പിൽ നിന്ന് മുടി തോർത്തുകയാണ് ചന്ദന. ചിഞ്ചുവിന്റെ പലാസോ പാൻറ്റും ഒരു സ്ലീവ്ലെസ് ബനിയനുമാണ് വേഷം. വാതിലടക്കുന്ന ശബ്ദം കേട്ട് ചിഞ്ചുവാണെന്ന് കരുതി പറഞ്ഞവൾ. ഇതിനെന്താ കുഴപ്പം? നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഈ ഡ്രസ്സിൽ നീ സുന്ദരിയാണ് ചന്ദന. വസുവിന്റെ ശബ്ദം കേട്ട് അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി. എന്റെ ചന്ദന, എപ്പോഴും എന്നെ കാണുമ്പോൾ നിന്റെ മുഖത്ത് ഞെട്ടിലും പേടിയല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. ഒന്നില്ലെങ്കിലും ഞാൻ നിന്റെ കാമുകനല്ലേ? അതിന്റെ ഒരു സന്തോഷമെങ്കിലും കാണിക്ക്. ചന്ദനൊന്നും മിണ്ടിയില്ല. ചിഞ്ചു ആയിരിക്കും വസുവിനെ വിളിച്ചു വരുത്തിയെന്ന് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പെട്ടെന്നാണ് അവൾക്ക് എബ്രാഹിമിന്റെ കാര്യം ഓർമ്മ വന്ന്. നിങ്ങൾ പുറത്തു പോ, അങ്കിളുണ്ട് ഇവിടെ. അങ്കിൾ എന്ത് കരുതും? അപ്പൊ അങ്കിൾ എന്ത് കരുതുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇവിടേക്ക് വന്നതിൽ യാതൊരു പ്രശ്നവുമില്ല അല്ലേ? അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? ചോദിച്ചുകൊണ്ട് അവൻ വന്ന് ബെഡിലേക്ക് ഇരുന്നു. അയ്യോ, നിങ്ങൾ എന്തേ കാണിക്കുന്നത്? എന്ത്? ഒന്നിരിക്കുന്ന അത്ര വലിയ തെറ്റാണോ? അതല്ല, അങ്കിളിങ്ങനെ കണ്ട എന്താ കരുതുക? അവൾക്ക് ടെൻഷൻ കയറിയിരുന്നു. നീ എന്താണ് ഇങ്ങനെ? അവിടെ വന്ന അപ്പാപ്പ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഇവിടെ വന്ന അങ്കിളെന്ന്. നിന്റെ വീട്ടിലോ നീ ഒരു മിനിറ്റ് നിർത്തിക്കാറില്ല. എവിടെയെങ്കിലും ഞാൻ അല്പസമയം നിന്നോട്ടെ. പിന്നെ ചുമ്മാ അങ്കിളെന്ന് കരുതൊന്നും പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട. നിന്റെ അങ്കിളിന്റെ സമ്മതത്തോടു കൂടി തന്നെയാ ഞാനിപ്പോ ഇങ്ങോട്ട് കയറി വന്ന്. നീ ഇവിടെ വന്നിരുന്നേ, ഞാൻ ചോദിക്കട്ടെ നിന്നോട്. അവൻ കൈ നീട്ടി അവളുടെ കയ്യിൽ പിടിക്കാൻ തുടങ്ങിയതും അവൾ വേഗം പിന്നിലേക്ക് നീങ്ങിക്കളഞ്ഞു. എന്തോ വല്ലാതെ വിയർക്കാൻ തുടങ്ങിയിരുന്നു. കയ്യിലെ തോർത്ത് താഴെ പോയി. അവൾ നിലത്തേക്ക് നോക്കി, ശേഷം അവനെയും. അപ്പോൾ മാത്രമാണ് അവൻ അവളെ ശരിക്കും നോക്കുന്നത്. നേരത്തെ അകത്തേക്ക് കയറുമ്പോൾ അവൾ പറയുന്നേട്ട് അങ്ങനെ ഒരു മറുപടി കൊടുത്തു എന്നേ ഉള്ളൂ. അല്ലാതെ അവൾ ആദ്യമായാണ് ഇങ്ങനെ ഒരു വസ്ത്രത്തിൽ കാണുന്നതെന്ന് അവൻ ഓർത്തിട്ടില്ലായിരുന്നു. ശരിയാണ്, ആ വേഷം അവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ ഒരു നിമിഷം അവളുടെ ഈറനായ നീണ്ട മുടിയിലൂടെയും സുന്ദരമായ മുഖത്തൂടെയും പൊന്നി നിറമുള്ള കഴുത്തിലൂടെയും ഓടി നടന്നു. അല്ലാത്തതിന് ആ വസ്ത്രം അവൾക്ക് അസ്വസ്ഥത നൽകിയിരുന്നു. ഇപ്പൊ അവന്റെ നോട്ടവും നേരിടാൻ കഴിയാതെ അവൾ വല്ലാത്തൊരവസ്ഥയോടെ നിന്നു. കൈ അറിയാത്തതിനെ കഴുത്തിലേക്കും ഇറക്കം കുറഞ്ഞ ബനിയന്റെ അറ്റത്തേക്കും സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വസുന്ന് ചിരിച്ചു. എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് ചെന്ന് കുനിഞ്ഞ് നിലത്തിടക്കുന്ന ടവലെടുത്തു. അവൾ നോക്കി നിൽക്കെ തന്നെ അത് അവളുടെ തലയിലേക്ക് ഇട്ടു. തല ശരിക്കും തുവർത്തി കൊടുത്തു. തല നന്നായിട്ട് തുവർത്തണം. മുടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളയിട്ട് വീഴാൻ പാടില്ല. ജീവിതത്തിൽ കണ്ണീര് തോരില്ലാത്രേ. ഞാൻ പറഞ്ഞില്ല, പണ്ട് മുത്തശ്ശി പറഞ്ഞ കേട്ടാ. വല്ലാത്തൊരു തരം അത്ഭുതത്തോടെ തന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നവളെ ഒന്ന് കണ്ണിച്ചിമ്മി ചിരിച്ചു കാണിച്ചിട്ട് ടവൽ അവളുടെ ചുമലിലൂടെ ഇട്ടുകൊടുത്തു. എന്ന് നീ ഇങ്ങനെ ക്ഷീണിച്ചു? വല്ലാതെ ക്ഷീണം കാണുന്നുണ്ടല്ലോ. ചിഞ്ചുവും പറഞ്ഞത്. ഇന്നും വയ്യ നിനക്ക്? ഒന്നുമില്ല. എന്താ ചന്ദ്ര, എന്താ നിനക്ക് പറ്റിയത്? ഞാൻ ആദ്യം കാണുമ്പോൾ നീ ഇതിലും സുന്ദരിയായിരുന്നു. ഇപ്പൊ ശരീരം മാത്രമല്ല, മുഖവും ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ താമരമിഴികൾക്ക് പോലും അതിയായ തളർച്ചയുള്ള പോലെ. ശരിക്കും ഉറങ്ങാറില്ലേ നീ? ഞാനാണോ നിന്റെ പ്രശ്നം? അങ്ങനെയൊന്നുമില്ലെന്ന് പറയാനാണ് തുടങ്ങിയെങ്കിലും എന്തോ തോന്നലിൽ അവൾ ആണെന്ന് തലയാട്ടുകയാണ് ചെയ്ത്. എങ്കിൽ പറ, ഞാൻ എങ്ങനെയാ നിന്റെ പ്രശ്നമാവുന്നു? ഞാൻ നിന്നെ സ്നേഹിക്കുന്നതല്ലേ ഉള്ളൂ, നീ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ. അങ്ങനെയൊന്നും ഉണ്ടെങ്കിലല്ലേ നിനക്ക് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ളൂ. ഇതിപ്പോ എന്തിനു വേണ്ടിയാ നീ തളർന്നു പോന്ന്? പറയ്. അവൾക്ക് ഉത്തരമില്ലായിരുന്നു. മിഴികൾ താഴ്ത്തി നിന്നു.
താഴേക്കല്ല, മുഖത്തേക്ക്. എൻ്റെ മുഖത്തേക്ക് നോക്കി പറയേ. അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തി. എന്നോട് ഇങ്ങനെയൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. വളരെ ദയനീയത നിറഞ്ഞിരുന്ന സ്വരത്തിൽ. എന്നാൽ എനിക്കറിയാം നിന്റെ ഉള്ളിൽ ഞാനുണ്ട് ചന്ദന. ഉള്ളിൽ നിറയെ ഞാനാണെന്ന് പറയുന്നില്ല, പക്ഷെ എവിടേക്കോ ഞാനുണ്ട്. നീ എന്നെ പ്രണയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിന്റെ ചിന്തകളിലൊക്കെ ഞാൻ കടന്നു വരുന്നു. അതോടൊപ്പം തന്നെ നിന്റെ അപ്പയും. എന്നെ സ്നേഹിച്ചാൽ അത് നീ നിന്റെ അപ്പയോട് ചെയ്യുന്ന തെറ്റായിരിക്കില്ല എന്ന ചിന്തയാണ് എന്നോടുള്ള പ്രണയം തുറന്നു പറയുന്നതിൽ നിന്നും നിന്നെ വിലക്കുന്നത്. എല്ലാം കൂടെ നീ നിന്റെ ഉള്ളിൽ കിടന്ന് പിടിവലി നടത്തുകയാണ്. ഈ ചുണ്ടുകളൊന്നും പറയുന്നില്ലെന്നാലും നിന്റെ ഈ കണ്ണുകൾ എന്നോട് എല്ലാം പറയുന്നുണ്ട് ചന്ദന. അവൻ അവളുടെ കണ്ണുകളിൽ നോക്കി തന്നെ പറഞ്ഞു. അത് അപ്പടിയും ശരിയാണെന്ന അർത്ഥത്തിൽ അവളുടെ മിഴികൾ നനയാൻ തുടങ്ങി. നോക്കി ചന്ദന, വെറുതെ ഒരു നേരം പോക്കിനല്ല, ജീവിതകാലം മുഴുവൻ കൂടെ വേണം. ഒന്നിൻ്റെ പേരിലും വിട്ടുകളയില്ല. അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാടി. അവനവളുടെ കവിളിൽ കൈ ചേർത്ത് വെച്ചു. ഇങ്ങനെ കണ്ണു നിറച്ചിൽ കണ്ട് വായ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയടി. നിന്റെ വായ തുറപ്പിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, എൻ്റെ ദേഷ്യം നീ താങ്ങില്ല. നിന്റെ കണ്ണു നിറയുന്ന കാണാൻ കഴിയാത്തതുകൊണ്ടാ. അല്ലെങ്കിൽ കവിളിനെ കുത്തി പിടിച്ചിട്ടായാലും പറയിപ്പിച്ചേനെ. എനിക്ക് ഉറപ്പാ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എത്ര കാലം നീ ഇങ്ങനെ നിന്റെ ആഗ്രഹങ്ങൾ നിന്റെ അച്ഛന് വേണ്ടി മൂടിവെക്കും ചന്ദന. ഒരു വട്ടെങ്കിലും നീ നിന്റെ മനസ്സൊന്ന് തുറക്ക്. എന്തിനാ ചിഞ്ചുവിന് വരാൻ നിന്റെ മുന്നിൽ വന്ന് വിട്ട്? എന്തിനാ ഞാൻ അടിച്ചപ്പോൾ കണ്ണു നിറച്ച് വേദനയോടെ നിന്ന്? അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ. ഞാൻ അടിച്ച അതേ സ്പോട്ടിൽ എനിക്ക് ഒരെണ്ണം തിരിച്ചു തന്നിരുന്നെങ്കിൽ ഇപ്പോൾ ദേഷ്യലാ മറ്റൊന്നും തോന്നില്ലായിരുന്നു നിന്നോട്. ഇതിപ്പോൾ അന്ന് നിന്നെ അടിച്ചതിന് ശേഷം സ്വസ്ഥത പോയി കിട്ടി. ഊണിലും ഉറക്കിലും നീ മാത്രമായി. നിന്നെക്കുറിച്ചല്ലാതെ മറ്റൊന്നും ഓർമ്മ വരുന്നില്ലടി ഇപ്പോൾ. പിന്നെ കാണുന്നല്ലാതെ മറ്റൊന്നും തോന്നില്ല. അപ്പോഴും അവിടെ ചുണ്ടുകൾ അനങ്ങിയില്ല. കണ്ണുകൾ എന്തിനെന്നില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു. വസു പിന്നെ ഒന്നും നോക്കിയില്ല. അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച്. ഒന്നും ഞെട്ടിയതല്ലാതെ മറ്റു എതിർപ്പുകളൊന്നും അവളിൽ നിന്നും ഉണ്ടായില്ല. അവൻ്റെ ഒരു കൈ അവളെ ചുറ്റിപ്പിടിക്കുകയും മറുകൈ അവളുടെ മുടികൾ അതിയായ സ്നേഹത്തോടെ തഴുകുകയും ചെയ്തു. ഓഹോ, അപ്പൊ ഇതാണ് ഇവിടെ പണി. വെറുതെ അല്ല രണ്ടിനെയും പുറത്തേക്ക് കാണാത്ത. സണ്ണി നിന്നെയും കാത്തിരുന്ന് മടുത്തു വസു. എന്നാലും എൻ്റെ ചന്തുമോളെ, നിന്നെ കുറിച്ച് ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല. അല്ലെങ്കിലും മിണ്ടാപൂച്ച കലടക്കുന്നല്ലേ. പെട്ടെന്നാണ് ചിഞ്ചു വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു. ചന്തു ആ നിമിഷം തന്നെ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് വസുവിൽ നിന്ന് അടർന്നു മാറി. അവൾക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. കുറ്റവാളിയെ പോലെ തലതാഴ്ത്തി നിന്നു. അതുകൊണ്ട് വസുവളുടെ തോളിലൂടെ കൈയിട്ട് വീണ്ടും തന്നോട് ചേർത്ത് പിടിച്ചു. നീ എന്തിനാ പെണ്ണ ഇങ്ങനെ നിന്ന് വിയർക്കുന്നത്? ഇപ്പൊ ഈ പറഞ്ഞ ഇവള് തന്നെയല്ലേ എന്നെ ഇവിടേക്ക് ക്ഷണിച്ചത് നിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ഇവളിങ്ങനെയൊക്കെ പറയുമ്പോൾ നീ അത് തിരിച്ചു ചോദിക്കേണ്ടതല്ലേ? ഓ, ഇനിയിപ്പോ നീ ഇവിടെ എന്റെ എതിർകക്ഷി ആയിക്കോ. നന്ദി വേണ്ട നന്ദി. ഇനി ബാക്കി റൊമാൻസൊക്കെ പിന്നീടാവും. എത്രയോ ടൈം കിടപ്പുണ്ട്. ഇപ്പൊ നീ വാ. സണ്ണിയാകെ എരിപിരികൊണ്ട് ഇരിപ്പാണ്. അവന് ബോറടിക്കുന്നതിനല്ലേ നീ നിന്റെ പപ്പയുള്ളു. പപ്പ ഒരു കോള് വന്ന് പുറത്തോട്ട് പോയി. പിന്നെ ഞാൻ അങ്ങനെയൊക്കെ എന്നെ അലർജിയാ. ഞാൻ വായ തുറന്നപ്പോഴേ മുഖം വീർത്തു. വേറെ വല്ലവരായിരുന്നെങ്കിൽ രണ്ട് പറഞ്ഞേനെ ഞാൻ. ഇതിപ്പോ നിന്റെ ഫ്രണ്ടായിപ്പോയി. മാത്രമല്ല പപ്പക്ക് അവന് നല്ല കാര്യം. വലിയ ഡോക്ടറൊക്കെ അല്ലേ. വീട്ടിലേക്ക് വിളിച്ചിരുന്ന് നമ്മളങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പാടുണ്ടോ? അവന് ഞാൻ ക്ഷണിച്ചിട്ടൊന്നുമില്ല. എന്നാലും അതിഥിദേവോ ഭവ എന്നല്ലേ, അതുകൊണ്ട് മാത്രം ഞാൻ വെറുതെ ഇരുന്നു. പറഞ്ഞിട്ട് ചിഞ്ചു മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. വാ. വസു ചന്തുവിന്റെ കൈ പിടിച്ചു. അത് ഞാൻ. എന്താ നിനക്ക് സണ്ണിയും പേടിയാണോ? വസു ചിരിച്ചു. അല്ല, ഞാൻ ഈ വസ്ത്രം മാറിയിട്ട് വരാം. ശരി. വസു പോയതും ചന്തു പനിയെ മാറി ചിഞ്ചു ജീൻസ് ഇടുന്ന ഒരു ലൂസ് ടോപ്പ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. ചന്ദനോട് ഉണ്ടായിരുന്നോ? ഞാൻ കരുതി വസു വരുന്ന വിവരം അറിഞ്ഞ് ഓടി രക്ഷപ്പെട്ടു കാണുന്നു. ചന്തുവിനെ കണ്ട് സണ്ണി കളിയായി പറഞ്ഞു. മറുപടിയായി ചന്തു ചിരിച്ചു. അല്ല, ഇതെന്തു പറ്റി? വല്ല ക്ഷീണിച്ച പോലെ ഉണ്ടല്ലോ. എന്താ വസു, നീങ്ങൾക്കൊരു സ്വസ്ഥയും കൊടുക്കുന്നില്ലേ? ഈ പ്രാവശ്യം സണ്ണി കളിയാക്കിയത് വസുവിനെയായിരുന്നു. ഓളാ, എന്തായാലും നീയും ശരണമൊന്നും അറിയാത്തൊരു സ്വസ്ഥക്കുറവും ഞാൻ ഇവൾക്ക് നൽകുന്നില്ല. പിന്നെ നിന്റെ ഈ ഡോക്ടറെ കണ്ണ് വെച്ച് നോക്കിയാ എല്ലാവരും നിനക്ക് ക്ഷീണിച്ചതായിട്ടേ തോന്നുള്ളൂ. മിനിയാന്ന് നീ എൻ്റെ അമ്മയോട് ഇതന്നെയല്ലേ ഇട പറഞ്ഞ്? വസു സണ്ണിയെ നോക്കി കണ്ണുരുട്ടി. അപ്പൊ ഉറപ്പായി എല്ലാവരുടെയും ക്ഷീണത്തിന്റെ കാരണം നീ തന്നെ. ചന്തുവിന്റെ മാത്രമല്ല, രാധികാനിക്ക് നീ സ്വസ്ഥ കൊടുക്കുന്നില്ല. എടാ, ഇവിടെ ഇവർ രണ്ടെണ്ണം ഉണ്ടെന്ന് നോക്കില്ല. എന്റെ വായിന്ന് കേൾക്കും നീ. കണ്ടോ ചന്ദന, നിന്റെ മുമ്പിൽ നിൽക്കുന്ന അത്ര ഡീസൻ്റ് എന്നല്ല ശരിക്കും. ഇപ്പൊ തന്നെ നോക്കി പറഞ്ഞു കേട്ടില്ലേ? എന്റെ പേടി അതൊന്നുമല്ല. ഇത്രയും പാവം പിടിച്ച നീ എങ്ങനെ ഈ ജീവിതകാലം മുഴുവൻ ഇവനെ സഹിക്കുന്ന? ഇവന്റെ ഒപ്പം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നീ അല്പം ബോൾഡ് ആവണം. ഒന്നുകിലും ഇടയ്ക്കിടെ ഇവനിട്ട് ഓരോന്ന് പൊട്ടിക്കാലോ. സണ്ണി വീണ്ടും ചിരിയോടെ പറഞ്ഞുകൊണ്ടിരുന്നു. ചന്ദന എല്ലാത്തിനും വളരെ പതിയെ ചിരിക്കുകയും ഇടയ്ക്കിടെ വസുവിനെ നോക്കുകയും ചെയ്തു. ചന്ദനയോടുള്ള സണ്ണിയുടെ സ്നേഹപൂർവ്വമായ സംസാരവും പെരുമാറ്റവും വസുവിനോടുള്ള കളി തമാശകളും അത്ഭുതത്തോടെ നോക്കിക്കാണുകയായിരുന്നു ചിഞ്ചു. ഇവൻ ഇങ്ങനെ ചിരിക്കാൻ അറിയോ? ചന്ദനോട് ഭയങ്കര സ്നേഹമാണല്ലോ. പിന്നെന്താ എന്നോട് മാത്രം ഇത്രയ്ക്ക് ദേഷ്യം? വസുവിനോടുള്ള സ്നേഹമാണോ ചന്ദനോട് കാണിക്കുന്നത്? അങ്ങനെയെങ്കിൽ ശരണു എൻ്റെ ഫ്രണ്ടല്ലേ. ശരണിനോടുള്ള സ്നേഹം എന്നോട് കാണിക്കേണ്ടല്ലേ? ഞാൻ ശരണിനെ സ്നേഹിക്കുന്നില്ലെന്നല്ലേ ഉള്ളൂ. ശരൺ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഞാൻ ശരണിനെ റിജക്ട് ചെയ്തായിരിക്കോ ഇവൻ എന്നോടുള്ള ദേഷ്യത്തിന്റെ കാരണം? ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചിഞ്ചു എന്തൊക്കെയാ ആലോചിച്ചു കൂട്ടിയിരുന്നു. എന്താടി നിന്റെ മോൻ കടന്നെത്തിയ പോലെ? പെട്ടെന്നായിരുന്നു വസുവിന്റെ ചോദ്യം. ചിഞ്ചു ഒന്ന് ഞെട്ടി. ശേഷം പറഞ്ഞു, ഏയ് ഒന്നുമില്ല. പറഞ്ഞത് വസുവിനോടാണെങ്കിലും അപ്പോഴും അവൾ നോക്കിയത് സണ്ണിയെ ആയിരുന്നു. അവൻ പക്ഷെ അറിയാതെ പോലും അവളെ നോക്കിയില്ല. ഇപ്പോഴും ചന്തുവിനോട് എന്തോ പറഞ്ഞ് ചിരിക്കുകയാണ്.
അവൾക്കുള്ളിൽ എന്തോ വേദന അനുഭവപ്പെടുന്നതായി തോന്നി. എടി പപ്പയോട് ഞങ്ങൾ ഇറങ്ങുക, ടൈം പോയതറിഞ്ഞില്ല. വസു കയ്യിലെ വാസിലേക്ക് നോക്കി. പപ്പ ഒരു കോള് വന്ന് പോയതാ, ഞാൻ നോക്കിയിട്ട് വരാം. ചിഞ്ചു പുറത്തേക്ക് പോയി. എബ്രഹാം അവിടെ ലിഫ്റ്റിന്റെ സൈഡിൽ ഫോണിൽ നോക്കി നിൽക്കുന്ന കണ്ടു. പപ്പ എന്ത് പണിയെ കാണിച്ച് അവരിറങ്ങാൻ നിൽക്കുക, പപ്പയെ അന്വേഷിക്കുന്നു. നീ സണ്ണിയോട് പറഞ്ഞോ? പാപ്പയ്ക്ക് കോളൊന്നും വന്നിട്ടില്ല. പകരം എനിക്ക് ചാൻസ് ഉണ്ടാക്കി തന്ന അപ്പോഴേ മനസ്സിലായതാ. ബട്ട് ആ ചാൻസ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എനിക്കതിന് കഴിഞ്ഞില്ല. സണ്ണി എന്നെ പരിഗണിക്കുന്നേയില്ല പപ്പ. എന്തോ വിചിത്ര ജീവിയോട് പെരുമാറുന്ന പോലെ. സാരമില്ല, ഇനിയുണ്ടല്ലോ ദിവസങ്ങൾ. ഇപ്പൊ പപ്പ ഒരു അവസരം തന്ന പോലെ കർത്താവായിട്ട് ഇനിയൊരു അവസരം തരും. അപ്പൊ പറയാം. ഇപ്പൊ പപ്പ ഹാപ്പി ന്യൂസ് ഉണ്ട്. ചന്തു വസുവിനോട് ഓക്കെ പറഞ്ഞാൽ തോന്നുന്നു. പപ്പ അവളോട് അവരുടെ മുമ്പിലൊന്നും ചോദിക്കണ്ട. അവള് ചിലപ്പോൾ നെർവസ് ആവാൻ സാധ്യതയുണ്ട്. ഞാനെങ്ങനെയൊക്കെ ഒന്ന് തള്ളിയിട്ടതാ അവളെ. ചിഞ്ചു എബ്രാഹിമിനെയും കൂട്ടി നടന്നു. എബ്രാഹിമിനെ കണ്ടത് അയാളോട് യാത്ര പറഞ്ഞ് വസുവും സണ്ണി ഇറങ്ങി. ഡിന്നർ കഴിഞ്ഞ് പോവാമെന്ന് നിർബന്ധിച്ചുവെങ്കിലും രണ്ടുപേരും കൂട്ടാക്കിയില്ല. ഇനിയൊരിക്കലാകാമെന്ന് പറഞ്ഞു. പോകുന്നതിന് മുന്നേ വസു ചന്തുവിനോട് കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞിരുന്നു. സണ്ണി ഒരു വട്ടമെങ്കിലും നോക്കണേ എന്നുള്ള ആഗ്രഹത്തോടെ നിന്നുവെങ്കിലും ചിഞ്ചുവിന് അപ്പോഴും നിരാശയായിരുന്നു ഫലം. ഇപ്പൊ ഫ്ലാറ്റിലായതുകൊണ്ട് ചിഞ്ചു കോളേജിലേക്കുള്ള വരവും പോക്കുമൊക്കെ സ്വന്തം സ്കൂട്ടിയിലാണ്. പതിവ് പോലെ വൈകുന്നേരം ചന്തുവിന്റെയും ശ്രുതിയുടെയും ബസ് വന്നതിന് ശേഷം ചിഞ്ചു പാർക്കിങ്ങിലേക്ക് ചെന്ന് തന്റെ വണ്ടിയെടുത്ത് ഫ്ലാറ്റിലേക്ക് തിരിച്ചു. പക്ഷെ പകുതിയിൽ വെച്ച് വണ്ടി പണിമുടക്കി. അവൾ ഇറങ്ങി നിന്നും തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കിയെങ്കിലും വണ്ടി സ്റ്റാർട്ടായില്ല. അപ്പോഴേക്കും കാലം തെറ്റിയൊരു ചാറ്റൽ മഴ തുള്ളികളായി ഭൂമിയിലേക്ക് പെയ്തിറങ്ങാൻ തുടങ്ങിയിരുന്നു. ഷിറ്റ്! അവൾ സ്കൂട്ടിയുടെ വീലിലേക്ക് ഒരു ചവിട്ട് കൊടുത്തു. ശേഷം അടുത്ത് കണ്ട ബസ് സ്റ്റോപ്പിലേക്ക് ഓടിക്കയറി. അപ്പോഴേക്കും ചെറുതായി നനഞ്ഞിരുന്നു. ഫോൺ എടുത്ത് അബ്രാമിനെ വിളിച്ചു. റിങ് പോകുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുന്നില്ല. പപ്പ ഓഫീസ് റൂമിൽ കേസിന്റെ ഫയൽ സ്റ്റഡി ചെയ്യാമെന്ന് അവൾ ഊഹിച്ചു. ഒരു ചൂളംവിളി കേട്ട് തിരിഞ്ഞു നോക്കി. ബസ് സ്റ്റോപ്പിന് പുറകെയുള്ള ചായക്കടയിലെ 2-3 പൂവാലന്മാര് തന്നെ നോക്കി വിളിക്കുന്നതും ഗോഷ്ടി കാണിക്കുന്നതും കണ്ടു. നാവും കൈ ഒരുപോലെ തരിച്ചു വന്നുവെങ്കിലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥലവും സന്ദർഭമായതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ടെന്ന് കരുതി സ്വയം നിയന്ത്രിച്ചു നിന്നു. ഒന്നുകൂടെ എബ്രാഹിമിന്റെ ഫോണിലേക്ക് ട്രൈ ചെയ്തു. അതേ അവസ്ഥ തന്നെ വീണ്ടും. ഈ പപ്പ ഈ ടൈമിൽ ഏതായാലും ഇതുവഴി ബസ്സൊന്നുമില്ല. ആരോടെങ്കിലും ലിഫ്റ്റ് ചോദിക്കാന്ന് വെച്ചാൽ ഒരൊറ്റ വണ്ടി പോലും വരുന്ന കാണുന്നില്ല. നാശം! പിറുപിറുക്കവേ തന്നെ എന്തോ കണ്ട പോലെ മുഖം പ്രകാശിച്ചു. ദൂരെ നിന്ന് വരുന്നൊരു ബുള്ളറ്റ്, ബ്ലാക്ക് ഷർട്ട്, തലയിൽ ഹെൽമെറ്റ്. ഏയ് സ്റ്റോപ്പ്! കൈ കാണിച്ചുകൊണ്ട് തന്നെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഓടിയിറങ്ങി. അവിടെ നിരാശ മാത്രം. തെണ്ടി! ആരടാ നീ? ഒന്ന് നിർത്തിയാലെന്താ? പോയി ഏതെങ്കിലും പാണ്ടിലോറി. അല്ലേ വേണ്ട, എവിടെയെങ്കിലും മറിഞ്ഞു വീഴടാ നീ. പ്രാഗി നാവെടുത്ത് തീർന്നില്ല. അതിനു മുന്നേ ബുള്ളറ്റ് റിവേഴ്സ് വന്നു. അങ്ങനെ വാവഴിക്ക്. അല്ലെങ്കിൽ ഇത്രയും സുന്ദരിയെ എന്നെ കണ്ട ആർക്കാലും നിർത്താവാൻ കഴിയില്ല. ഇപ്പോഴായിരിക്കും അവന് ശരിക്കും കണ്ണുണ്ട് കാണുക. ജീൻസ് ഷർട്ട് ആയതുകൊണ്ട് ആദ്യം ആളാണെന്ന് എഴുതി കാണും. ഞരമ്പൻ. ചേട്ടാ ഒരു ലിഫ്റ്റ്, വണ്ടി കേടായതുകൊണ്ടാ. അവൾ മറ്റു ഭാഗങ്ങളൊന്നും കാണിച്ചില്ല. അങ്ങേയറ്റം വിനയകുലയായി നിന്നു. ആ രൂപം തലയിൽ നിന്ന് ഹെൽമെറ്റ് മാറ്റി. മുഖം കണ്ടത് അവളിൽ എന്തൊക്കെയോ ഭാവങ്ങൾ. ഞെട്ടലാണോ അത്ഭുതമാണോ സന്തോഷമാണോ എന്നൊന്നും വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഡോക്ടർ? അറിയാത്തന്നെ ചുണ്ടുകൾ ഉരുവിട്ടു. വേണ്ടായിരുന്നു, പ്രാഗണ്ടായിരുന്നു. എന്റെ ഡോക്ടറെ തന്നെയാണല്ലോ ഈശ്വര ഞാൻ. വീട്ടിൽ വന്നാൽ മാത്രമല്ല വഴിയിലും സ്വസ്ഥയില്ല നീ, അല്ലേ? അതിന് ഞാനറിഞ്ഞോ ഇത് ഡോക്ടറാണെന്ന്? ഹെൽമെറ്റ് മാറ്റുമ്പോഴല്ലേ അറിയുന്നത്. ഡോക്ടറോട് ആര് പറഞ്ഞ് നിർത്താനും റിവേഴ്സ് വരാനും? ആദ്യം എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ. അതേപോലെ തന്നെ അങ്ങ് പോയാൽ മതിയായിരുന്നില്ലേ? എന്റെ വണ്ടി കേടായി, ഒരു ലിഫ്റ്റിനാ ഞാൻ. പിന്നെ നിനക്ക് ലിഫ്റ്റ് തരില്ലല്ലേ എന്റെ പണി? അപ്പം ഞാൻ ചോദിച്ചതിന് മറുപടി അറിയാം. എന്തിനാ നിർത്തിയത്? എന്റെ മുഖത്ത് ഹെൽമെറ്റ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇത് ഞാനാണെന്ന് ഡോക്ടർക്ക് ആദ്യം അറിഞ്ഞല്ലേ? അവൾ ചോദിച്ചു. അവന് മറുപടി ഇല്ലായിരുന്നു. അവളാണെന്ന് കണ്ടതുകൊണ്ടാണ് നിർത്താതെ പോയത്. പിന്നെ അവളുടെ വണ്ടി സൈഡിൽ കേടായി കിടക്കുന്ന കണ്ണിലുടക്കിയപ്പോൾ മാത്രമാണ് നിർത്തിയത്. മാത്രമല്ല അവൾക്ക് പുറകിൽ നിന്ന് അവളെ നോക്കി കമന്റ് അടിക്കുന്ന പൂവാലന്മാർ. തന്റെ സാന്ദ്രയാണ് ഈ സ്ഥാനത്തെങ്കിൽ താൻ കണ്ണിൽ നിന്ന് അടിച്ചു പോകുമോ? ഡോക്ടർ എന്താണെന്നും പറയാത്ത? ലിഫ്റ്റ് തരാൻ പറ്റുമോ? പപ്പയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് പപ്പ വന്നതിനെ പിക്ക് ചെയ്തേനെ. പ്ലീസ് ഡോക്ടർ. അവളുടെ മുഖത്ത് ഒരേ സമയം കെഞ്ചലും ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയും ഉള്ളത് അവൻ അറിഞ്ഞു. സാന്ദ്രയായി തന്നെ തോന്നിയൊരു നിമിഷം അവളെ ആ കയറ്. പക്ഷെ അപ്പോഴും ഗൗരവം കൈവടിഞ്ഞിട്ടില്ലായിരുന്നു. അവൾക്ക് കേട്ടത് വിശ്വസിക്കാൻ പ്രയാസം തോന്നി. അല്പനേരം അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. വായി നോക്കിന്നാൽ കിട്ടിയ ചാൻസ് ഇപ്പോൾ തന്നെ നഷ്ടപ്പെടുമെന്ന് ഓർത്തു വേഗം അവന്റെ പുറകിലേക്ക് കയറാൻ തുടങ്ങി. പെട്ടെന്നാണ് ചാറ്റൽ മഴ ശക്തി പ്രാപിച്ച് അവൾ ആകാശത്തേക്ക് നോക്കി. ശേഷം സണ്ണിയെയും. വണ്ടിയിലേക്ക് കയറണോ വേണ്ടോ എന്ന ചോദ്യമായിരുന്നു ആ നോട്ടത്തിലുള്ളതെന്ന് അവന് മനസ്സിലായി. അങ്ങോട്ട് കയറിക്ക്, നനയണ്ട. അയ്യോ, അപ്പോൾ ഡോക്ടർ പോയി എനിക്കാരെ ലിഫ്റ്റ് തരിക? അവനൊന്നും പറഞ്ഞില്ല. ഓ ഇതിനെ കൊണ്ട് എന്നൊരു ഭാവമുണ്ടായിരുന്നു മുഖത്ത്. കീയെടുത്ത് ബുള്ളറ്റിൽ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് കയറി നിന്നു. പുറകെ അവളും. മഴ പിന്നെയും ശക്തി പ്രാപിച്ചു. അടങ്ങാത്ത പ്രണയത്തോടെ മണ്ണിനെ ഘാട്ടമായി പുളർന്നുകൊണ്ടേയിരുന്നു. അതിനൊപ്പം കാറ്റ് തന്റെ പ്രണയത്തെ ഓരോ മരച്ചില്ലകളെയും അറിയിച്ചു. ആദ്യമായി കാണുന്ന പോലെ അവൾ മഴയെ നോക്കി നിന്നു. ശരീരം വല്ലാതെ തണുത്ത് കുളിരി പോരുന്നതായി തോന്നി അവൾക്ക്. അത് മഴയുടെ ശക്തി കൊണ്ടാണോ അതോ സണ്ണി തന്റെ അരികിലുള്ളതുകൊണ്ടാണോ എന്ന് അറിഞ്ഞില്ല. എന്തോ ഇന്നുവരെ തോന്നാത്തൊരു സുഖവും സന്തോഷവും തോന്നുന്നുണ്ടായിരുന്നു. അവൾ പയ്യെ തലയിരിച്ച് സണ്ണിയെ നോക്കി. കൈവിരലുകൾ കൊണ്ട് മുടി കോതുകയായിരുന്നു. ശേഷം പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് എടുത്ത് മുഖത്തെയും കഴുത്തിലെയും വെള്ളത്തുള്ളികൾ ഒപ്പിയെടുത്തു. വസ്ത്രവും നനഞ്ഞിട്ടുണ്ടായിരുന്നു.
ബ്ലാക്ക് ഷർട്ട് അവന്റെ ദേഹത്തേക്ക് പറ്റിച്ചേർന്ന് നിൽക്കുന്നു. അവന്റെ ഓരോ പ്രവൃത്തികളും കണ്ണിമവട്ടാതെ നോക്കിയായിരുന്നു അവൾ. എല്ലാത്തിനും ഒരു പ്രത്യേകത ഉള്ളതുപോലെ. ഒന്ന് നോക്കിയിട്ട് കണ്ണെടുക്കാൻ തോന്നില്ല, അത്ര കഴകാ മുഖത്തിനുള്ളതുപോലെ. ഇപ്പൊ പറഞ്ഞാലോ തന്നെ മനസ്സിലുള്ളത് പറയാം, ഇത് തന്നെ അവസരം. ഇന്നലെ പപ്പയോട് അങ്ങനെ പറയുമ്പോൾ ഇത്ര പെട്ടെന്നൊരു അവസരം കർത്താവ് ഉണ്ടാക്കി തരുമെന്ന് കരുതിയില്ല. പക്ഷേ നാവ് അനങ്ങുന്നില്ലല്ലോ, കൈകാലുകൾ വല്ലാതെ വിറക്കുകയാണല്ലോ. എന്ത് പറയും, എങ്ങനെ തുടങ്ങും അറിയില്ല. പക്ഷെ പറയണം, മനസ്സിലിങ്ങനെ കൊണ്ടുനടക്കാൻ വയ്യ, വല്ലാത്ത ഭാരമാണ്. ഞാൻ തുറന്നു പറഞ്ഞില്ലെന്നൊരു കാരണം കൊണ്ട് തനിക്ക് തന്നെ പ്രണയം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. സണ്ണി എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോട്ടെ, എൻ്റെ മനസ്സിലുള്ള പറയേണ്ട എൻ്റെ ആവശ്യമാണ്. അവൾ ദീർഘമായി ഒന്ന് ശ്വസിച്ചു. ഡോക്ടർ, സകല ധൈര്യവും സംഭരിച്ച് വിളിച്ചു. അരികിൽ അവളുണ്ടായിട്ടും അത്രയും നേരം അവളെ ശ്രദ്ധിക്കാതിരുന്നവൻ ആ വിളിയിൽ അവളെ നോക്കി. അത് ഡോക്ടർ, എനിക്ക് ഡോക്ടറോടൊരു കാര്യം പറയാൻ. അത്രയേറെ ധൈര്യം സംഭരിച്ചിട്ട് അവൾക്ക് നാവ് വിറക്കുന്നുണ്ടായിരുന്നു. ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങിയിരുന്നു. എന്ത് കാര്യം? അവൻ്റെ മുഖത്ത് ചോദ്യഭാവം. ഡോക്ടർ, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. ഒരുപാട് നാളുകളായിട്ട് എൻ്റെ മനസ്സിലുള്ള നിങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ശരണിൻ്റെ പ്രണയം സ്വീകരിക്കാത്തത്. മനസ്സിൽ നിങ്ങൾ നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ശരണിനോട് നോ പറയേണ്ടി വന്ന്. അവൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. ഒരു നിമിഷം വേണ്ടി വന്നു അവൾ പറഞ്ഞെന്താണെന്ന് മനസ്സിലാക്കാൻ. അടുത്ത സെക്കൻഡിൽ കൈ വായുവിലൂടെ അവൾക്ക് നേരെ ഉയർന്നു. ഡീ, മുൻകൂട്ടി കണ്ടതായിരുന്നു, എന്തോ സംഭവിക്കാമെന്ന ഉറപ്പിൽ തന്നെയാണ് മനസ്സ് തുറന്നത്. അതുകൊണ്ട് അവൾ കണ്ണുകൾ ഇറുകെ മൂടി നിന്നു. അല്പസമയമായിട്ടും കവളിൽ കൈ പതിഞ്ഞില്ല. പതിയെ കണ്ണുകൾ തുറന്നു നോക്കി. നീ എന്റെ ശരൺ സ്നേഹിക്കുന്ന പെണ്ണായി പോയി. എന്റെ വാസു അത്രയേറെ ലാളിക്കുന്ന അവന്റെ അനിയത്തിയായി പോയി. എന്റെ കൺകണ്ട ദൈവമായ എബ്രഹാം സാറിന്റെ മകളായി പോയി. അതുകൊണ്ട് മാത്രം ഉയർത്തി കഴിഞ്ഞാൽ പിൻവലിക്കുക. മറ്റാരെങ്കിലായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ. തുടർന്ന് പറഞ്ഞില്ല. അവൻ കൈകൾ ഞെരിച്ച് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അവന്റെ ജ്വലിക്കുന്ന രൂപം കണ്ട് അവൾ ഭയന്നിരുന്നു. എങ്കിലും തളരാതെ നിന്നു. പക്ഷേ കണ്ണുകൾ വല്ലാതെ അനുസരണക്കേട് കാണിക്കാൻ തുടങ്ങി. ഡോക്ടർ, ഒരേ ഒരു വട്ടം എന്നെ കേൾക്കാൻ തയ്യാറാവണം. ശരണിനെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. ഞാൻ ഇഷ്ടപ്പെട്ട് നിങ്ങളെയാ. ഞാൻ എങ്ങനെയാ ശരണിന്റെ പ്രണയം ആക്സെപ്റ്റ് ചെയ്യുക? ഡോക്ടർക്ക് അറിയാമോ ഞാൻ ഡോക്ടറെ? വേണ്ട, ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോരുന്നു നീ. ഇതാ ഞാൻ പറഞ്ഞത്, നീ എബ്രഹാം സാറിന്റെ മകളാണെന്ന് വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ലെന്ന്. അദ്ദേഹത്തിന്റെ ഒരു മേന്മകളും നിനക്ക് കിട്ടിയിട്ടില്ല. നിനക്ക് എങ്ങനെ ഇത്ര മോശപ്പെട്ടവളാൻ കഴിയുന്നു? നിന്നെ പോലെയല്ലേടി ചന്ദനയും. അവളെ കണ്ടുപിടിക്കടി. ഒരാളോട് ഇഷ്ടം തോന്നുന്ന അത്ര വലിയ തെറ്റാണ്. ഒരാൾ അതിയായി സ്നേഹിക്കുന്നതുകൊണ്ട് ആരെങ്കിലും മോശപ്പെട്ടവരാകുമോ? ഡോക്ടർ എന്തിനാണ് എന്നോട് ഇത്രയും വിരോധം കാണിക്കുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ശരണിന് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ അവനെ ആദ്യം തന്നെ വിലക്കണമായിരുന്നു. അവന് സ്വപ്നം കാണാനുള്ള സമയം നീ നൽകരുതായിരുന്നു. തുറന്നു പറഞ്ഞില്ല അവൻ നിന്നോട്. ആ നിമിഷം തന്നെ ഇഷ്ടമല്ലെന്ന് പറയണമായിരുന്നു. അല്ലാതെ പൊട്ടം കളിപ്പിച്ച് വിടുകയല്ല ചെയ്യേണ്ടിയിരുന്നു. നിനക്ക് തോന്നുന്ന സമയത്തിൽ അവനോട് കാര്യങ്ങൾ പറയേണ്ടിയിരുന്നു. അവന്റെ ഫീലിങ്സ് എന്താണെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല, നിനക്കതിന് കഴിയില്ല. അവന്റെ അല്ല, ഒരാളുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ നിനക്ക് കഴിയില്ല. കാരണം നിനക്കെല്ലാം നിസ്സാരമാണ്. ഞാൻ ആദ്യമായിട്ട് നിന്നെ കാണുന്നത് ജിത്തുവിന്റെ വീട്ടിൽ വെച്ചാ. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ എൻ്റെ മനസ്സിൽ നിനക്കുണ്ടായത് ഒരു നെഗറ്റീവ് ഇമേജാ. അതിനി എന്തോ അങ്ങനെ തന്നെ ആയിരിക്കും. ഈ നിമിഷം പിഴുതെറിഞ്ഞേക്ക് നിന്റെ മനസ്സിലുള്ളതല്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.